ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓപ്പോയുടെ ഒരു പവർ ബാങ്ക് ആണ്. ഈ പവർ ബാങ്കിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഷോർട്ടും ഉണ്ട്, ഡെഡും ആണ്. ചാർജ് നമ്മൾ കുത്തിയാലൊന്നും ഇൻപുട്ട് കൊടുത്താലൊന്നും ഇൻഡിക്കേഷൻ ഒന്നും കാണിക്കില്ല, ചാർജും സ്റ്റോർ ആവില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇൻഡിക്കേഷൻ ഒന്നും കാണുന്നില്ല. എത്ര മണിക്കൂർ ഇട്ടാലും ഇതുപോലെ തന്നെയാണ്, ഒരു തുള്ളി പോലും ചാർജ് കയറില്ല. ഇത് മുമ്പ് ഒരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ചെറിയ ഷോർട്ട് ഉണ്ടെന്നാണ്. അപ്പം നമുക്ക് ഇനി ഇത് ഫസ്റ്റ് അഴിച്ചു നോക്കണം. ഇതിപ്പോൾ അഴിച്ചിട്ടുണ്ട്. ഈ ഒരു ബാറ്ററി സൈസ് നോക്കിയാൽ കാണാൻ പറ്റും. 10,000 mAh ലിഥിയം അയോൺ പോളിമർ ബാറ്ററിയാണ്. ഇതാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത്. ഈ ഒരു മൊഡ്യൂളിലാണ് എല്ലാ സംഭവങ്ങളും ഉള്ളത്. നോക്കിയാൽ LED ഇൻഡിക്കേറ്റർ കാണാം, 2 USB പോർട്ട് കാണാം, 3.7 വോൾട്ടേജിൻ്റെ 10,000 mAh ബാറ്ററി. പിന്നെ നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കണം. ഇപ്പം നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇതാണ് ഇതിൻ്റെ ഈ മൊഡ്യൂളിൻ്റെ ബാക്ക് സൈഡ്. ഇതെല്ലാം ഡ്രൈ സോൾഡറിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ ഒന്ന് ഹീറ്റ് ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. അതുപോലെ തന്നെ ഷോർട്ട് കണ്ടുപിടിച്ച് മാറ്റണം. ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ചാർജിങ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. 4 ലെവലും ലൈറ്റ് കത്തുന്നുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും. ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, റിപ്പയറിങ്. ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. കറക്റ്റായിട്ട് തന്നെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ക്ലോസ് ചെയ്തെടുക്കണം. ഈ ഒരു ഗമ്മ് കണ്ടോ, വൈറ്റ് കളർ, ഈ ഒരു ഗമ്മ് ഇട്ടിട്ടാണ് ഇത് സെറ്റ് ആക്കി വെക്കണത്. ഈ ലോക്ക് മാത്രം ഇരുന്നാൽ പോരാ, നമുക്ക് തിരിച്ച് ഗമ്മ് ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ലോക്കിൽ പിടിച്ചിരിക്കില്ല. അത് ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴെ വീഴുമ്പോഴേക്കും ലോക്ക് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡിക്കേഷൻ നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫിനിഷിങ് പോവും. ഇതിൻ്റെ ആകെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ മാർക്ക് വരും. കാരണം ഇത് ലോക്ക് ടൈപ്പ് ഉള്ളതുകൊണ്ട് ആ ഒരു മാർക്ക് വരും. ആ ഇപ്പോൾ ഒരു ചെറിയൊരു ഫിനിഷിങ് പ്രശ്നം ഉണ്ടാവും, ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ആ ഒരു പ്രശ്നം ഇല്ലാണ്ട് നമുക്ക് ഇനി വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.